ഹായ് ഹലോ വെൽക്കം ടു മോണീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആവോലി പൊള്ളിക്കുന്ന എങ്ങനെയെന്നുള്ള റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മസാല ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചേക്കുന്ന മീനിലോട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഫ്രൈ ആക്കാനുള്ള മീനും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ മീൻ പൊള്ളിക്കാനുള്ള വാഴയിലോടി വാട്ടിയെടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മീൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മസാല വഴറ്റിയെടുക്കാം. ഈ എണ്ണയിലോട്ട് കട്ടാക്കി വെച്ചേക്കുന്ന 3 സവാള, 2 തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം ഇത്രയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
മസാലയുടെ പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് മിക്സാക്കി കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ നമ്മളെ മസാല സെറ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഇലയിലോട്ട് ആദ്യം കുറച്ച് മസാല വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മീനും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല കൂടെ വെച്ചിട്ട് വാഴയില നന്നായിട്ട് കെട്ടിയെടുക്കണം. ബാക്കിയുള്ള എല്ലാ മീനും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാനിലോട്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്ത് കെട്ടി വെച്ചിരിക്കുന്ന മീൻ അതിലോട്ടിട്ട് ഇലയുടെ രണ്ട് വശവും നന്നായിട്ട് വാടി വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാല നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.